എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് എറണാകുളം ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെയായിട്ട് തൃക്കാക്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. ഇവിടെ പ്രശസ്തമായൊരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മളെ ദേശീയോത്സവമായ ഓണത്തിൻ്റെ ചരിത്രവുമായും ഐതിഹ്യവുമായും വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. 4500 വർഷത്തോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം. അപൂർവങ്ങളിൽ അപൂർവമാണ് വാമനമൂർത്തിയുടെ പ്രതിഷ്ഠ. അങ്ങനെ ഭഗവാന്റെ മഹാബലിയെ അനുഗ്രഹിക്കാനായി കാലുയർത്തി നിൽക്കുന്ന വാമനമൂർത്തിയുടെ ഭാവമാണ് ഇവിടെ ഉള്ളത്. പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെയാണ്. പിന്നെ 108 വൈഷ്ണവാലയങ്ങളിൽ ഒന്നായൊരു ക്ഷേത്രമാണിത്. തൊട്ടടുത്ത് തന്നെ ഒരു മഹാദേവ ക്ഷേത്രമുണ്ട്. മഹാബലിക്കായിട്ടും ഒരു സിംഹാസന പ്രതിഷ്ഠ ഇവിടെ ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുണ്ട്. ഇപ്പം ഈ ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഓണത്തിൻ്റെ ഐതിഹ്യത്തിലേക്കൊന്ന് എത്തി നോക്കാതെ വയ്യ. എല്ലാവർക്കും പ്രിയങ്കരനായ മഹാബലി, അദ്ദേഹം ഭക്തപ്രഹ്ലാദനായിരുന്നതിൻ്റെ കൊച്ചുമകനായിരുന്നു. മഹാപ്രബലശാലിയും പ്രജാതൽപരനും നീതിമാനുമായിരുന്ന ഒരു രാജാവ്, അസുര ചക്രവർത്തി. അദ്ദേഹം എല്ലാ പുണ്യകർമ്മങ്ങളും ചെയ്ത് യാഗങ്ങൾ ചെയ്ത് അങ്ങനെ പുണ്യവാനായി തീർന്നു. അതിലുപരി അദ്ദേഹം കുറേ യുദ്ധങ്ങൾ ചെയ്ത് ത്രിലോകം മുഴുവൻ കീഴടക്കി. അങ്ങനെ അദ്ദേഹത്തിന് കുറേ പുണ്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കുറേശ്ശെ അഹങ്കാരം അദ്ദേഹത്തിന് വന്നു തുടങ്ങിയോ എന്നൊരു സംശയം. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ദേവലോകവും ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ ദേവന്മാരെല്ലാവരും സ്വർഗ്ഗലോകത്തുനിന്ന് നിഷ്കാസിതന്മാരായി. അങ്ങനെ അപ്പോൾ ദേവമാതാവായ അതിഥി ദേവി ഭർത്താവായ കാശ്യപ പ്രജാപതിയോട് ചെന്ന് പരാതി പറയുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം ഭഗവാനെ മഹാവിഷ്ണുവിനെ മകനായിട്ട് കിട്ടാൻ വേണ്ടി ഒരു പയോവ്രതം അനുഷ്ഠിക്കുകയും അങ്ങനെ ഭഗവാൻ അവരിൽ സംപ്രീതനായിട്ട് അവരുടെ മകനായിട്ട് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ ഭഗവാൻ അവതരിക്കുകയാണ് വാമനമൂർത്തിയായിട്ട്. ഒരു ബ്രഹ്മചാരി കുട്ടിയുടെ രൂപം, അതിതേജസ്വിയായൊരു ബ്രാഹ്മണ ബാലൻ. അച്ഛനമ്മയും തൊഴുത് നമസ്കരിച്ച ശേഷം ഭഗവാൻ നേരെ പോണത് മഹാബലി യാഗം ചെയ്യുന്ന നർമ്മദാ നദിക്കരയിലേക്കാണ്. അവിടെ ഭഗവാന്റെ കൂടെ ഒരുപാട് ഋഷീശ്വരന്മാരും പോവുകയാണ്. അവിടെ എത്തിക്കഴിഞ്ഞതും മഹാബലി ഈ അതിതേജസ്വിയായ ബ്രാഹ്മണ ബാലനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്, എന്താ അങ്ങേക്ക് വേണ്ടത്, എന്താ വെച്ചാൽ ചോദിച്ചോളൂ, എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാണ്. അപ്പോൾ ഭഗവാൻ ഉടനെ പറയുക എന്താ വെച്ചാൽ, എനിക്കൊന്നും വേണ്ട, എനിക്കൊരു 3 അടി ഭൂമി അത്രേ ആവശ്യമുള്ളൂ. അപ്പം അത് ആ ദാനധർമ്മം ചെയ്യാൻ വേണ്ടി ബലി സ്വന്തം പത്നിയായ വിന്ധ്യാവലിയോടുകൂടെ ചെയ്യാൻ തുടങ്ങുമ്പം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ശുക്രാചാര്യർ വന്ന് തടയാണ്. എന്നിട്ട് പറയാണ്, ഇത് ഒരു വെറും കുട്ടിയൊന്നും അല്ല കേട്ടോ, ഇത് മഹാവിഷ്ണുവാണ്, ശ്രീ നാരായണനാണ്, ഇത് വേഗം നിർത്തിവെച്ചോളൂ, വാക്ക് പിൻവലിച്ചോളൂ. ബലി അതിനീതിമാനാണ്, അദ്ദേഹം സ്വന്തം വാക്കിൽ നിന്നും ഒരിക്കലും പിൻവാങ്ങില്ല. അദ്ദേഹം പറഞ്ഞു, ഭഗവാനാണ് എൻ്റെ അടുത്ത് വന്നൊരു കാര്യം ചോദിക്കണതെന്ന് വെച്ചാൽ അത് എൻ്റെ ഭാഗ്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ധർമ്മം നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹം ആ കടമകളെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം പിന്നെ അദ്ദേഹം കാണുന്നത് ആ കുട്ടി ബ്രഹ്മചാരി കുട്ടി വളർന്ന് സ്വന്തം വൈഷ്ണവ തേജസ് അങ്ങോട്ട് പ്രകടമാക്കുകയാണ്. ഭഗവാൻ ത്രിവിക്രമ രൂപത്തിലേക്ക് അങ്ങോട്ട് മാറുകയാണ്. ആകാശം മുട്ട വളർന്ന ആ രൂപം കൊണ്ട് ഒരു കാലുകൊണ്ട് ഭഗവാൻ ആദ്യം ഭൂമി അങ്ങോട്ട് അളന്നെടുത്തു. എന്നിട്ട് 2ാമത്തെ അടി ആകാശത്തിലേക്ക് അങ്ങോട്ട് പോയി. അങ്ങനെ ആകാശമായിട്ട് അളന്നെടുക്കുന്നതിൻ്റെ ഇടയിൽ ദേവന്മാരും ബ്രഹ്മാവും ശിവനും എല്ലാവരും വന്ന് ആ തൃപ്പാദ ദർശനം കാണുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തു എന്നോ, വേഗം കമണ്ടലൂലെ വെള്ളം എടുത്തിട്ട് ആ തൃപ്പാദം ഭഗവത് പാദങ്ങൾ കഴുകുകയാണ്. അപ്പം അങ്ങനെയാണ് ആ പാദ തീർത്ഥാണ് ശ്രീ ഗംഗയായിട്ട് മാറുന്നത്. അങ്ങനെ വിഷ്ണുപാദത്തിൽ നിന്നും ഉത്ഭവിച്ചവളായ ഗംഗാദേവിക്ക് വിഷ്ണുപതി എന്നൊരു നാമം തന്നെയുണ്ട്. അങ്ങനെ ഒരടി കൊണ്ട് ഭൂമിയും 2ാമത്തെ അടി കൊണ്ട് സ്വർഗവും അളന്നു കഴിഞ്ഞ ഭഗവാൻ മഹാബലിയെ നോക്കി ചോദിച്ചു, രാജാവേ, 3ാമത്തെ അടിക്ക് സ്ഥലം എവിടെ? ഈശ്വര ചൈതന്യം കണ്ട് ആ വൈഷ്ണവ തേജസ് കണ്ട് ത്രിവിക്രമരൂപം കണ്ട ആ ബലി സ്വന്തം കുറച്ചെങ്കിലും അഹങ്കാരമുള്ള അതെല്ലാം പോയി അദ്ദേഹം ഒരു മഹാഭക്തൻ്റെ ഭാവത്തിലേക്ക് ഉണർന്നു. അദ്ദേഹത്തിന് ഏതൊരു ഭക്തനും കൊതിക്കുന്ന ആ ആത്മസമർപ്പണ ഭാവം കൈവന്നു. അദ്ദേഹം വേഗം അതിൻ്റെ തല അങ്ങോട്ട് കുനിച്ചിട്ട് വിനയാന്വിതനായി ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, അവിടുന്ന് ആ തൃപ്പാദം എൻ്റെ ശിരസിൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് കുനിഞ്ഞങ്ങോട്ട് ഇരുന്നു. ഭഗവാൻ വേഗം ആ തൃപ്പാദ ദർശനം കൊണ്ട് വലിയ പുണ്യവാനാക്കിയിട്ട് എന്നെ പറഞ്ഞു, അങ്ങേ ഞാൻ
ഭൂമിയും സ്വർഗത്തെക്കാളും എല്ലാം മനോഹരമായ സുതലം എന്ന ലോകത്തിലേക്ക് അയക്കുകയാണ്. അങ്ങ് അവിടെ ഇനി ജീവിക്കേണ്ടത് അങ്ങേക്ക് കാവൽക്കാരനായിട്ട് ഈ ഞാൻ തന്നെ അവിടെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഭക്തനെ അനുഗ്രഹിക്കാനും സംരക്ഷിക്കാനായിട്ട് ഭഗവാൻ തന്നെ വന്ന് കാവൽക്കാരനായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു ഉദാത്തമായ ഭാവം. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഇനി അടുത്ത മന്വന്തരത്തിൽ അവിടെ നിന്നാണ് ഇന്ദ്രൻ എന്ന് പറഞ്ഞതൊരു പദവിയാണ്, ഒരു വ്യക്തിയല്ല. ഭഗവാന്റെ ഈ അനുഗ്രഹമൊക്കെ കഴിഞ്ഞപ്പോൾ ബലി ഉടനെ ഭഗവാനോട് ചോദിക്കുകയാണ്, ഭഗവാനെ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, എനിക്ക് എൻ്റെ പ്രജകളെ വന്ന് കാണാനുള്ളൊരു ഭാഗ്യം എല്ലാ വർഷത്തിലും അവിടെ നിന്ന് തരണം. അതും ഈ നാളിൽ, ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ, അത് ഭഗവാന്റെ വാമനമൂർത്തിയുടെ അവതാരം നടന്ന പിറന്നാളും കൂടിയാണല്ലോ. അപ്പം അന്ന് വന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പോൾ ഭഗവാൻ അത് സന്തോഷം സ്വീകരിച്ചു, ആവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ള ഒരു കഥ അത് എന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു ചതിയുടെയോ വഞ്ചനയുടെയോ അടിച്ചമർത്തലിൻ്റെയോ ഒന്നും കഥയല്ല. ഇതൊരു ഭക്തൻ്റെയും ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെയും ഭക്തനെ പിടിച്ചു ഉയർത്തുന്ന ഒരു കഥയാണിത്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഹങ്കാരം എന്ന് പറഞ്ഞൊരു കാര്യം ഏത് നന്മയുള്ളവനായാലും അത് അയാളെ അധപതനത്തിലേക്ക് നയിക്കുകയുള്ളൂ. അഹങ്കാരം എന്ന് പറഞ്ഞ വിഷത്തിനെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് എന്നും കൂടെ ഈ കഥ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രം. ഇത് ഭഗവാന്റെ പാദമുദ്ര പതിഞ്ഞ ഒരു സ്ഥലമാണ്. അങ്ങനെ തിരുക്കാൽക്കര എന്ന് പറഞ്ഞ, അതായത് ഭഗവത് പാദമുദ്ര പതിഞ്ഞ സ്ഥലമാണ് തൃക്കാക്കരയായി മാറിയത്. ഈ വൈഷ്ണവ കവികളായിരുന്ന ആഴ്വാർമാർ അവരുടെ സ്തുതിഗീതങ്ങളിൽ ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് ഒരുപാട് പരാമർശിച്ചിട്ടുണ്ട്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നമ്മാഴ്വാർ, അദ്ദേഹം ഒരു വൈഷ്ണവ ഭക്തനാണ്, വൈഷ്ണവ കവിയാണ്. അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ സ്തുതിഗീതങ്ങളിൽ ഈ ക്ഷേത്രത്തിനെ കാൽക്കരി എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഭഗവാനെ കാൽക്കരി പെരുമാൾ എന്നും ഈ ക്ഷേത്രത്തിനെ കൊടിമതിൽ എന്നുമാണ് വിശേഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെ കേരളത്തിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിൽ വരെ ഇത് പണ്ടത്തെ കാലത്ത് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നൊരു ക്ഷേത്രമായിരുന്നു. ത്തിൻ്റെ ഉത്ഭവത്തിനെ സംബന്ധിച്ചും പല കാര്യങ്ങൾ, ചരിത്രത്തിനെക്കുറിച്ചൊക്കെയുള്ള താളിയോല ഗ്രന്ഥങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. കപിലമുനിയായിട്ടും ഈ ക്ഷേത്രത്തിന് ബന്ധമുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് തപസ് ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ഇവിടെ ഭഗവാൻ ദർശനം കൊടുത്തു എന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു തീർത്ഥം തന്നെയുണ്ട്, കപില തീർത്ഥം എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് ഉത്സവ സമയത്ത് ആറാട്ടൊക്കെ നടക്കാറുള്ളത്. പിന്നെ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ വാമനമൂർത്തിയാണെന്ന് പറഞ്ഞല്ലോ. ഉപദേവതകളായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട്, ശാസ്താവുണ്ട്, പിന്നെ ബ്രഹ്മരക്ഷസുണ്ട്, യക്ഷിയമ്മയുണ്ട്, നാഗദൈവങ്ങളുണ്ട്. തൊട്ടപ്പുറത്താണ് ശിവക്ഷേത്രം ഉള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ പാൽപ്പായസം, അട, തുളസിമാല, അങ്ങനെയൊക്കെയാണ്. ഉദയാസ്തമന പൂജയും ഉണ്ട്. ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായിട്ട് ഓണത്തിന് ബന്ധമുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചേരമാൻ പെരുമാൾ ഭരിച്ചിരുന്ന അദ്ദേഹം മഹോദയപുരത്തിനെ ആസ്ഥാനമാക്കിയാണ് ഭരിച്ചിരുന്നത്. അപ്പോൾ ആ രാജ്യ അതിർത്തിക്കുള്ളിൽ പെടുന്നൊരു ക്ഷേത്രമായിരുന്നു അത്രേ ഈ ക്ഷേത്രം. അപ്പോൾ ഇവിടെയുള്ള ഈ ചടങ്ങുണ്ടല്ലോ, തൃക്കാരപ്പനെ പൂജിക്കുക, അങ്ങനത്തെ ഈ ഓണത്തിന് നടക്കുന്ന അത് എല്ലാ ഗ്രഹങ്ങളിലും ആവാം എന്ന് അദ്ദേഹമാണ് ഇത്രേ ഒരു നിർദ്ദേശം വെച്ചത്. മഹാബലി ദാനധർമ്മം ചെയ്യാൻ വേണ്ടി ഭഗവാന്റെ തൃപ്പാദം കഴിച്ച ആ വെള്ളം ഇവിടെ ദാനോദക പൊയ്കയായിട്ട് ഇവിടെ അരികെ തന്നെയുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരെയും ദേശീയോത്സവമായ ഓണാണ്. എന്നാൽ പണ്ടൊക്കെ കർക്കിടകത്തിലെ തിരുവോണം തൊട്ട് ചിങ്ങമാസത്തിലെ തിരുവോണം വരെയൊക്കെ ആഘോഷിച്ചിരുന്നു അത്രേ, ഒരുപാട് പണ്ട്. ഇപ്പം നമ്മുടെ അത്തത്തിന് കൊടി കയറും, പിന്നെ തിരുവോണ നാളിൽ ആറാട്ടോടുകൂടെ അവസാനിക്കുന്ന തരത്തിലാണ് ഉത്സവം വരുന്നത്. ഉത്രാടത്തിനും തിരുവോണത്തിനൊക്കെ ഗംഭീര ഓണസദ്യയാണ്. അത് നമ്മുടെ മാലോകരെല്ലാം ഒന്നുപോലെ എന്നുള്ള ആ ഒരു കാര്യം ഉച്ചസ്ഥരം ഘോഷിച്ചുകൊണ്ട് എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഒന്നിച്ച് പങ്കെടുത്ത് അത് വിജയിപ്പിക്കുന്ന ഒരു ഓണസദ്യയാണത്. 10 ദിവസത്തെ ആഘോഷങ്ങളും വിശേഷമാണ്. വാമനമൂർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്രതിഷ്ഠ ഒരു 4 അടിയോളം ഉയരമുള്ള വിഗ്രഹമാണ് മഹാവിഷ്ണുവിൻ്റെ. അത് കിഴക്കോട്ടാണ് ദർശനം. ഇതാണ് തൊട്ടടുത്തുള്ള ശിവക്ഷേത്രം എന്ന് പറഞ്ഞില്ലേ. അവിടെയുള്ള ശിവലിംഗം സ്വയംഭുവായ ശിവലിംഗം മഹാബലി പൂജിച്ചിരുന്ന ശിവലിംഗമാണെന്നാണ് പറയുന്നത്. അദ്ദേഹം മഹാശിവഭക്തനായിരുന്നു. ഇവിടെ ഉപദേവതമാർ പാർവതീദേവി, പിന്നെ ഗണപതി ഭഗവാൻ, ദുർഗാദേവി, അങ്ങനെയാണ്
ഇവിടെയും കിഴക്കോട്ട് തന്നെയാണ് ഭഗവാന്റെ ദർശനം വരുന്നത്. ഇവിടുത്തെ പ്രധാന ഉത്സവമായിട്ട് വരുന്നത് മഹാശിവരാത്രിയാണ്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന വളരെ പുരാതനമായ ഒരുപാട് വിസ്താരത്തിൽ 8 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ പ്രശസ്തമായ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു നീതിമാനായ ഒരു ഭരണാധികാരിയും അദ്ദേഹത്തിന് വേണ്ടി ഒരു അവതാരം സ്വീകരിച്ച് ത്രിവിക്രമരൂപിയായ ഭഗവാനെയും സാഷ്ടാംഗം പ്രണമിച്ചു പോവുകയാണ്. എറണാകുളത്ത് വരികയാണെങ്കിൽ എത്തിച്ചേരാൻ പറ്റുകയാണെങ്കിൽ സന്ദർശിക്കാവുന്ന വളരെ നല്ല ഒരു സ്ഥലമാണിത്. ഇവിടെ എത്തിച്ചേരാൻ ഒരു പ്രയാസവും ഇല്ല. എന്നുവെച്ചാൽ മെട്രോ ഒക്കെ വന്നതുകൊണ്ട് കളമശ്ശേരിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്താണ്. നമ്മുടെ എല്ലാവരുടെയും സ്വന്തമായ ഓണത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണല്ലോ. അതിൻ്റെ ഒരു വല്ലാത്തൊരു അനുഭൂതി നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഇവിടെ നിൽക്കുമ്പം. ഇത്രയും ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ ഭക്തൻ്റെയും ഒരു ഭഗവാന്റെയും കഥ ഉറങ്ങുന്ന ഈ മണ്ണിൽ നിന്നിട്ട് നിങ്ങളുടെ ഏവരോടുമായി ഇത്രയും സംസാരിക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് 2 പേർക്കും ചാരിതാർത്ഥ്യം തരുന്നു. അപ്പോൾ ഇനി നമുക്ക് വേറൊരിടത്ത് വെച്ച് കാണും വരെ തൽക്കാലത്തേക്ക് വിടാം.